ഹലോ കൂട്ടുകാരെ, കൺമണി ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ഒരു ബ്ലൗസിൻ്റെ ബാക്കിൽ ചെയ്യുന്ന ചെറിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഹലോ കൂട്ടുകാരെ, നമുക്കിതൊരു ബോർഡർ ബ്ലൗസാണ്. ഫുള്ള് ബോർഡർ വയ്ക്കുന്ന ചിലർക്ക് ഇഷ്ടമല്ല അല്ലേ ബാക്കിൽ, പക്ഷേ നമുക്കൊരു ചെറിയ പാർട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പം നമുക്കിതിൻ്റെ ബാക്ക് ഒരു ചെറിയ മോഡൽ വെട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബ്ലൗസ് തയ്ക്കാനുള്ള എല്ലാം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിതിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ ഇനി അത് കൈ, ബാക്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അങ്ങ് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അതായത് ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ ആ പാർട്ടുകൾ നമുക്ക് വെറൈറ്റി വരുത്താൻ പറ്റും. അതിൻ്റെ മോഡൽ മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ബ്ലൗസ് ആദ്യം തയ്ക്കാൻ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം തയ്ക്കാൻ പഠിക്കുക. സാധാരണ ഒരു ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചതിന് ശേഷം മോഡൽ എടുക്കുക. അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ മോഡൽ എടുത്താൽ തയ്ക്കാൻ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തയ്ക്കാനും വെട്ടാനും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോഡൽ എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലൗസും ചുരിദാറും അല്ലേ. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലൗസ്, ചുരിദാർ, അംബ്രല്ല കട്ട്, സ്കേർട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് കൂടുതൽ റെഗുലറായിട്ട് നമുക്ക് വരുന്നതും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ നമുക്ക് തയ്ക്കാനുള്ളത്, ആവശ്യം അതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഒന്ന് വെട്ടുന്നത് കാണാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു 14 ഇഞ്ച് ഇറക്കമാണ് കേട്ടോ. 14 ഇഞ്ച് ഇറക്കമുള്ള നോർമൽ ബ്ലൗസാണ്. നേരത്തെ എടുത്ത അളവാണ്. കാരണം ഇവർക്കിവിടെ സ്ഥിരമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തുണ്ടിൽ കുറിച്ചിട്ടേക്കാം. അത് ഇവരെ സ്ഥിരം ഒരു കവർ തുണി ഇവിടെ കാണും, എപ്പോഴും കാണും. 2-3 ബ്ലൗസും ചുരിദാറും ഒക്കെ കണ്ട ഇനിയുണ്ട് ബ്ലൗസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും വയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് തീരുമ്പോൾ അടുത്ത് വീണ്ടും കൊണ്ടുവരും. അപ്പോൾ ഈ പേപ്പർ ഓൾറെഡി അവരെ കവർ തന്നെ പിന്നെ ഫിക്സഡാണ് അവിടെ കിടക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ 14 ഇഞ്ച്, ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ 39 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഒരു 42 ഇഞ്ചിട്ട് വണ്ണം ഇട്ട് വെട്ടുക കേട്ടോ. അപ്പം നമുക്ക് ബാക്കി എക്സ്ട്രാ അതിൻ്റെ തയ്യൽ തുമ്പ് കിടന്നോട്ടെ. പിന്നെ നമുക്കൊരു 14 ഇഞ്ച് ഇതിൻ്റെ കൈക്കൊക്കെ ഞാൻ വെട്ടിയെടുത്തു കേട്ടോ. 14 ബാക്ക് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ, ബാക്കിയൊന്നുമില്ല. ഞാൻ ഓരോ പാർട്ടായിട്ട് കാണിക്കും. ഇനി അടുത്ത് നിങ്ങൾക്ക് ഞാൻ ആ സമയം കിട്ടുമ്പം കുറച്ച് കൈയുടെ മോഡലുകൾ ഇട്ട് തരാം കേട്ടോ. കൈ തയ്ക്കുന്നത് എനിക്ക് മിക്കവാറും ഇന്ന് വൈകുന്നേരം ഒരു ബ്ലൗസിൻ്റെ കൈയുടെ മോഡലുണ്ടാവും. ഞാനത് വെട്ടുവാണെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ 1-2 ആൾക്കാർ ചോദിച്ചിരുന്നു അംബ്രല്ല കട്ട് കൈ വെട്ടുന്നത്. പിന്നെ നേരത്തെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നേരത്തെ ഒരു കൊച്ച് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ കഫ്താൻ നൈറ്റി എങ്ങനെ സാധാ നൈറ്റി ആക്കുമെന്ന്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ഞാനത് ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് 14 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പം നമ്മളിതിവിടെ ഒരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലും താഴെയായിട്ട് തയ്യൽ തുമ്പ് പോകണമെങ്കിൽ എപ്പോഴും നിങ്ങൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. നമുക്ക് അളന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ താഴത്ത് വെട്ടിക്കളയോ അല്ലെങ്കിൽ മുകളിൽ അടിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം. അര ഇഞ്ചോ എന്ന് പറയുമ്പോൾ ഒരല്പം കൂടെ കൂട്ടി തയ്ച്ച് നമുക്ക് ആ ഇറക്കം കുറയ്ക്കാം. പക്ഷേ കുറഞ്ഞു പോയാൽ വലിയ പാടാണ്. അപ്പം നമ്മളിതിപ്പോൾ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവർ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയണത് നമുക്കൊരു 7 ഇഞ്ച് മതി. അതായത് ഈ 7 ഇഞ്ച് ഇവിടം വരെയാണ് കഴുത്തിൻ്റെ ഇറക്കം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി, എന്നിട്ടൊരു 3.5 ഇഞ്ച് വൈഡ്, അപ്പോൾ ഒരു 7 ഇഞ്ച് വൈഡ് ഇട്ടു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സ്ക്വയറായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് 15 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 15 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ വീതി കുറച്ച് മതി. 2.5 ഇഞ്ച്, 2.5 എടുത്താൽ മതി. അപ്പോൾ തച്ച് കഴിയുമ്പോൾ 2.5 കിട്ടും, അത് മതി. അപ്പോൾ നമ്മൾ കൈക്കുഴി എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ചാണ്. നമുക്കിവിടെ 6.5 ഇഞ്ചിൽ സ്ക്വയറായിട്ട് വരച്ചു. ആ സ്ക്വയറായിട്ട് വരച്ചിട്ട് നിങ്ങളിവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി, കൈക്കുഴിയായി. അപ്പോൾ നമുക്കിത് ബാക്ക് പീസാണ്, മറന്നു പോയത് ബാക്ക് പീസാണ്. അപ്പോൾ ഇതിപ്പോൾ 15 ഇഞ്ചാണുള്ളത് അല്ലേ. നമുക്കിവിടെ ഒരു 2.5 ഇഞ്ച്, കറക്റ്റ് 2.5 ഇഞ്ച് എടുത്തിട്ട് ഒരു 5 ഇഞ്ച് വൈഡ് കൊടുക്കാം. ഒരു 5 ഇഞ്ച് വൈഡ്. അപ്പോൾ എങ്ങനെയെന്നറിയാമോ, ഈ വൈഡിനകത്ത് നിൽക്കും നമുക്ക് ഇതിൻ്റെ ബോർഡർ. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് വൈഡ് കൊടുത്തു. ഇതിപ്പോൾ 12 ഇഞ്ചാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. നമുക്കൊരു 7 ഇഞ്ച് മതി. അപ്പോൾ 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതാണ് ഇതിൻ്റെ ഈ ബോർഡറും കുറച്ച് ഭാഗമായിട്ട് ഇവിടെ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ബോർഡർ ഇവിടെ മറിഞ്ഞ് വരത്തൊക്കെ ഇതിരിക്കണം. അപ്പോൾ ഇത്രയും മാത്രമേ ബോർഡർ വരത്തുള്ളൂ. അപ്പം ഫുള്ളായിട്ട് ബോർഡർ വരത്തുമില്ല, ഒരു മോഡലായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് വെട്ടുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് ഇവിടുത്തെ വൈഡ് എന്ന് പറയുമ്പോൾ താണ്ട 3.5 ഇഞ്ച് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഇവിടെ നിന്ന് വൈഡ് ഇങ്ങനെ വന്നിട്ട് ഈ 3.5 ഇഞ്ച്, അതായത് ഇവിടെ ഒരുപാട് വൈഡായാലും നമ്മളെ കഴുത്തിൻ്റെ അകലെ ഇത്രയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ വന്നിട്ട് ഈ 5 ഇഞ്ച് വൈഡിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. 5 ഇഞ്ച് വൈഡ് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് അതിൽ നമ്മൾ സാധാരണ ഒരു കുടത്തിൻ്റെ ആകൃതിയില്ലേ, അതുപോലെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഇതിൻ്റെ വക്ക് വന്നിട്ട് ഒരല്പം വൈഡും പിന്നെ വന്നിട്ട് ഒതുങ്ങി
പിന്നെ വന്നിട്ട് ഇവിടെ ഈ വൈഡ് 5 ഇഞ്ച് കണ്ടോ. ഇവിടെ നമുക്ക് ഒരു 5 ഇഞ്ചാണ്. ഇവിടെ നമ്മളൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് 15 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കയറ്റി അടിക്കാം. അപ്പോൾ 2.5 ഇഞ്ച് 2.75 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം നമുക്ക് ഈ കഴുത്ത് ഇത് ഇവിടെ വെട്ടണ്ട കേട്ടോ. അവിടെ നമുക്ക് അതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബോർഡർ വരാനുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു നമ്മുടെ കുടമില്ലേ, കുടത്തിൻ്റെ ആകൃതി പോലെ ഇരിക്കും. നമുക്ക് നല്ലൊരു കഴുത്താണ് കേട്ടോ. തയ്ച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കുടം പോലെ വെട്ടിക്കളയില്ല, കുടം ഒന്ന് എടുത്ത് ചളവെടുത്ത് കളയില്ല കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇതിന് ഡാട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. ഡാട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു അഭംഗി തോന്നും. വേണമെങ്കിൽ എടുക്കാം, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ചരിച്ച് കറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി, ഡാട്ട് വേണ്ട. അപ്പോൾ നമുക്ക് എന്താ ഇത് ഒരു സൈഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു മുട്ട് പിന്നെടുത്ത് കുത്തി വയ്ക്കാം. ഇതെപ്പോഴും നിങ്ങൾ ഈ അളവുകൾ വയ്ക്കുമ്പോൾ മുട്ട് പിന്നെ കുത്തി വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് കൂടിപ്പോവും, ഒരു സൈഡ് കുറഞ്ഞു പോകും. അങ്ങനെ തച്ച് വരുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചു. ഇത് ഉൾവശമാണ് കേട്ടോ. ഇത് നല്ല വശമല്ല, ചീത്ത വശമാണ്. അപ്പോൾ നമുക്കിതാ ഇത്രയും ബോർഡർ ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്കിൽ വയ്ക്കാൻ ബോർഡർ ഫുള്ളുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട. അങ്ങനെ വയ്ക്കുമ്പോൾ അതിനൊരു ഭംഗി കിട്ടത്തില്ല. നമുക്ക് കഴുത്ത് ഇവിടുത്തെ ഒരു 7 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് കഴുത്ത്. ഈ 7 ഇഞ്ച് കഴുത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ. 7 ഇഞ്ച്. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു 7.25 വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ തയ്യൽ തുമ്പ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 7 ഇഞ്ച് മതി. നമുക്ക് 7 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ തച്ച് കഴിയുമ്പോൾ ഈ തയ്യൽ തുമ്പ് തന്നെ ഈ തയ്യൽ തുമ്പിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ തുണി വെച്ച് മറിച്ചടിക്കുമ്പോൾ എന്തായാലും ഇവിടെ ഒരു 1/2 ഇഞ്ച് 4 ഇഞ്ച് പോകും. അപ്പോൾ ആ 4 ഇഞ്ച് നമുക്ക് ഇവിടെ എടുക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. 7 ഇഞ്ച് ഇവിടെയാണ് നമുക്ക് കഴുത്ത് വരേണ്ടത്. അതായത് നമുക്ക് കഴുത്തിൻ്റെ അകലം വരേണ്ട ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവിനാണ് ഈ പീസ് എടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ അളവിന് ഇതിങ്ങനെ കയറിയും പോകരുത്, ഇറങ്ങിയും പോകരുത്. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിനെടുത്തിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടതല്ലേ, ഇത്രയും വേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നിന്നേ വെട്ടണം. അപ്പോൾ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഇത്രയും നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് തയ്ച്ചിട്ട് ഇത് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഈ പീസ് കണ്ടല്ലോ, ഈ പീസ് നമുക്ക് ഇതിൻ്റെ നല്ല വശമായിട്ട് ഞാൻ ഇത് തയ്ക്കുന്നത് കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല വശമായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ ഉൾവശം കണ്ടോ ഇങ്ങനെ വരും. അപ്പം നമുക്ക് കംപ്ലീറ്റ് ബോർഡർ വരത്തുമില്ല, നമുക്ക് ഇത്രയും കിട്ടും. അപ്പോൾ ഈ ബോർഡറിൻ്റെ ഇത് ചെറിയ ബോർഡർ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഇവിടെ വെച്ചിട്ട് മറിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ഫുൾ ഇവിടെ ബോർഡർ ആയി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ബോർഡർ വെച്ച് തന്നെ നമുക്കിവിടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. അപ്പം നല്ല ഭംഗിയായി എന്തെങ്കിലും കൊടുക്കാം. ഈ പ്ലെയിൻ ഭാഗത്ത് എന്തെങ്കിലും കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഇതുമായിട്ട് വീതി കണ്ടോ ഇത്രയും വീതിയാവും. അപ്പം നമുക്ക് ഇത്രയിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് കൊടുത്താലും മതി. ഈ കളറിൻ്റെ പൈപ്പിംഗ് ഇങ്ങനെ അടിച്ചാലും മതി, നല്ല പൈപ്പിംഗ് ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ വർക്ക് കൊടുക്കാം, മുത്ത് വയ്ക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇത്രയും ഭാഗത്ത്. അപ്പം നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഈ കളറിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ തയ്ക്കാം. അതല്ലെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് എന്തെങ്കിലും ചെയ്ത് നല്ല മോഡൽ വയ്ക്കുമ്പോൾ ഈ ബോർഡർ ഇതുമായിട്ട് നല്ല കണ്ട. അപ്പോൾ കഴുത്ത് ഇത്രയും നമുക്ക് വരത്തുള്ളൂ, കാണാൻ സ്ക്വയർ കുടം കണക്കിരിക്കും. അപ്പം ഇതാണ് ബാക്ക്. അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കുന്നത് കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അതേ ഷേപ്പിന് ഈ ഷേപ്പിന് തന്നെ ലൈനിങ് വെട്ടിയെടുക്കുക. അല്ലാതെ ഇത് വെച്ചിട്ടല്ല, ഇത് ഷേപ്പിന് ലൈനിങ് വെട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പീസിന് കണക്കാക്കി ഇതിപ്പം നമുക്കൊരു 7-7.5 മതി കേട്ടോ. ഇത് ഇത്രയും കൂടുതലാണ്, നമുക്കൊരു 10 ഇഞ്ചൊക്കെ മതി. ബാക്കി നമുക്ക് കളയാം. ഇതിനകത്ത് വെച്ച് തയ്ക്കാൻ വേണ്ടി മാത്രം മതി. കട്ടിയാണ് വേണം. അപ്പോൾ 2 ലൈനിങ് വെട്ടിയെടുത്താൽ കുറച്ചുകൂടെ നല്ലത്. ഇത്തിരി കട്ടി വേണം. അതായത് ഈ കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ മടങ്ങിപ്പോവും കേട്ടോ. കട്ടി വെച്ചില്ലെങ്കിൽ അതിന് കുറച്ച് ഒരു ടൈറ്റ്നെസ് കിട്ടില്ല. അപ്പം നല്ല കട്ടിക്ക് ഒന്നുകിൽ 2 ലൈനിങ് ഇടുക, അതല്ലെങ്കിൽ ഒരു ചെറിയ ക്യാൻവാസ് വെച്ചിട്ട് മറിച്ചടിക്കുക. അപ്പം നല്ല കട്ടി എങ്ങനെയായിരുന്നാലും ഇത്തിരി കട്ടി വേണം. അപ്പം നമുക്ക് ഇപ്പോൾ 2 ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ബാക്ക് ഒന്ന് അടിച്ചെടുക്കാം അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യം ഒന്ന് മറിച്ചടിച്ച് നോക്കിയാൽ ഇതിൻ്റെ അകവും പുറവും നോക്കിയിട്ട് നമുക്ക് മറിച്ചടിക്കാം. 2 ലൈനിങ് വെച്ചാണ് മറിച്ചടിക്കേണ്ടത്. അപ്പോൾ ഒരു ലൈനിങ് ഇവിടെ വെക്കണം, ഒരു ലൈനിങ് നമുക്കിതിൽ വെച്ച് മറിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇത് വെച്ച് മറിച്ചടിച്ചെടുക്കണം. ഇതാണ് നല്ല വശം കേട്ടോ.
ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ബോൾ പിടിപ്പിക്കാം, ഈ സൈഡിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മുകളിൽ കൂടെ ഇനി തയ്യൽ വേണ്ട കേട്ടോ. തയ്യൽ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒന്ന് അടിച്ച് കവർ ചെയ്തെടുക്കാം. ഫുള്ള് 4 സൈഡ് ഈ 3 പീസും കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. കഴിയുമ്പോൾ ഒന്ന് തേച്ച് ഫിനിഷാക്കി വയ്ക്കുക. തേച്ചില്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇവിടെ നല്ല അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ, അത് മതി. ഇവിടെ കട്ടിയില്ലെങ്കിൽ കൊണ്ട് മടങ്ങിപ്പോവും. അപ്പം നമുക്കിനി ഇത് ഇത്രയും ബോർഡറാണ് കേട്ടോ, അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് വെച്ച് അടിക്കണം അല്ലേ. നമുക്കിവിടെ അതാണ് ഞാൻ ഈ എൻഡിൽ വെച്ച് വെട്ടാൻ പറഞ്ഞത്, ഇവിടെ വെച്ച്. അപ്പം നമുക്ക് ഇത്രയും നമുക്ക് അറിയാൻ പറ്റും, ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാൻ പറ്റും. നമുക്കൊരു ഇതിനൊരു മാർക്ക് കൊടുക്കാം. അപ്പം നമുക്കൊരു ഇത്രയും ഒരു ഇതുവരെയാണ് നമുക്ക് ഇത്രയും ഭാഗമാണ് നമുക്കൊരു മോഡൽ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത്രയും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ചെറിയ പീസാക്കി വെട്ടാം. തൽക്കാലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന് നമുക്ക് പീസാക്കി വെട്ടാം, ഒരേ കണക്കിനുള്ള പീസാക്കി വെട്ടാം. നോക്കിയിട്ട് ഇതാകമാണ് മുക്കോട് മുക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഒരു ചെറിയ മോഡൽ വെച്ചെടുക്കാം. 4 മടക്കിയിട്ട് 2 കോണോട് കോണ് മടക്കിയിട്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മുക്കോട് മുക്ക് കിട്ടും. ഇത്രയും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ ഒന്നൊന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിനൊന്ന് ഈ അടയാളപ്പെടുത്തിയതിന് നോക്കിയിട്ട് ഇതുവരെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഒരേ അളവിൽ വെച്ച് അടിക്കണം. നല്ല വശത്താണ് കേട്ടോ, നല്ല വശത്ത് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈനുള്ള വശം അകത്ത് വരണം കേട്ടോ, കാരണം ഇത് തിരിച്ച് മറിഞ്ഞാണ് വരാനുള്ളത്. അപ്പം നമുക്ക് ആ ഡിസൈനുള്ള വശം അകത്ത് വരണം, എന്നാലേ നമുക്കത് അറിയാൻ പറ്റും. ഈ ഡിസൈനുള്ള വശം ഇവിടെയാണ് ഡിസൈൻ കൂടുതലുള്ളത്, അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ വരണം. തിരിച്ച് മറിച്ച് വരുമ്പം അതായിരിക്കും ഭംഗിയുള്ള വശം വരണം. കാരണം പ്ലെയിൻ ഭാഗത്ത് വരുന്നതുകൊണ്ട് ഈ ഡിസൈനുള്ള ഭാഗം, കളർ കൂടുതലുള്ള ഭാഗം ഈ സൈഡിൽ വരണം. നോക്കണം ഇതിൻ്റെ ഇവിടെ നിന്നും കൂടെ പിടിച്ച് നോക്കണം, ഇതിൻ്റെ കറക്റ്റ് അളവാണോ എന്ന് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റാണോ നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ കോണിൽ അടിച്ചിരിക്കുന്നത് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവായിപ്പോൾ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി, നമ്മളിവിടെ അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനും ഒരു 2 ലൈനിങ് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ കട്ടി കുറവായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യാൻവാസ് ഇടുന്നേക്കാളും ഭംഗിയായിരിക്കും 2 ലൈനിങ് കേട്ടോ. അപ്പം ഞാനിവിടെ 2 ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു ലൈനിങ് അടിച്ചെടുക്കാം. ഒരു ലൈനിങ് ഇതിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് അടിച്ചെടുക്കണം, ഒരേ അളവിന് കേട്ടോ. കട്ടി കിട്ടാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. കട്ടിയുള്ള തുണിയാണെങ്കിൽ ഒറ്റ ലൈനിങ് മതി. ഇത് തീരെ കട്ടി കുറവായതുകൊണ്ടാണ് ഒരു ലൈനിങ് വയ്ക്കുന്നത്. അത് നിങ്ങൾ വിഷയമാക്കണ്ട, ഒറ്റ ലൈനിങ് ആയിരുന്നാലും മതി. കട്ടിയുള്ള തുണിയാണെങ്കിൽ ഒറ്റ ലൈനിങ് മതി. കട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കനം കുറഞ്ഞ ക്യാൻവാസ് വെച്ചടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ് കൂടെ വെച്ചടിച്ചാൽ നല്ല ഫിനിഷായിട്ട് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. 2 ലൈനിങ്, ബാക്കിൽ 2 ലൈനിങ് അങ്ങ് വെച്ചടിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല കട്ടി ലൈനിങ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലൈനിങ് നമുക്ക് എടുക്കാം അല്ലേ. ഈ ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കേട്ടോ, ഇതിൻ്റെ അടിയിലല്ല മുകളിൽ വെച്ച് തച്ച് മറിച്ചടിച്ചെടുക്കുക. ഇത് നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചിട്ട് ഇവിടെ ഓരോ കൊത്തു കൊടുത്തിട്ടുണ്ട്, അറിയാമല്ലോ. നമുക്ക് ഈ വളഞ്ഞു വരുന്ന ഭാഗമൊക്കെ ഒന്ന് വളഞ്ഞു വരാൻ വേണ്ടി ഒരു കൊത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം അല്ലേ. മറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരിതിനെ നമ്മൾ മറിച്ചിട്ട് ഒരടി കൂടെ അടിച്ചെടുക്കണം, ലൈനിങ് പതിച്ചടിച്ചെടുക്കണം. ഇതിൻ്റെ അപ്പുറത്തൂടെ ഒന്ന് പതിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് തേച്ചെടുക്കാം, എന്നാലേ അത് നല്ല നമുക്ക് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കൊന്ന് തേച്ചിട്ട് വരാം. കണ്ടല്ലോ, നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കഴുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ തയ്ച്ചിട്ട് ബാക്കിയുള്ള വെട്ടിക്കളഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ വെച്ച് പിടിക്കും കണ്ടോ.
നമുക്ക് അപ്പോൾ ആ പ്ലെയിൻ കളറിൻ്റെ അവിടെ കണ്ടോ, പ്ലെയിൻ ഡിസൈൻ, പ്ലെയിൻ തുണിയുടെ അവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടി. അപ്പോൾ നമുക്ക് ഈ പ്ലെയിന് നമുക്ക് എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാവും കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ഇതിപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കഴുത്ത് വന്നിട്ടുള്ളത്. ഒരു 7 ഇഞ്ചാണ് കഴുത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും വീതിയുണ്ട്, പക്ഷെ അതിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഒരു തയ്യൽ തുമ്പ് പോകും. 14 ഇഞ്ച് മതി. അപ്പോൾ നമുക്കിവിടെ കണ്ടോ 7-7.5 കൊടുക്കാം. ഈ കഴുത്തിനൊക്കെ കുറച്ച് വൈഡ് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും കണ്ടോ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതിനെ 2 പിന്ന് കൊടുത്തങ്ങ് വയ്ക്കുക. പിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ തയ്ക്കുന്നതിൻ്റെ അവിടെ കൂടെ പിന്ന് കൊടുക്കൽ കുറച്ചുകൂടെ നീട്ടി കൊടുക്കണം. അപ്പോൾ തയ്ക്കാൻ നേരത്തെ പിന്നിളക്കി മാറ്റണ്ട, തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നിളക്കി മാറ്റാം. ഇതുപോലെ നമ്മൾ പിന്ന് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലേ. പിന്ന് ചെയ്തിട്ട് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഈ അടിക്കതിൻ്റെ എൻഡിലൂടെ അടിച്ച് ഇവിടെ കൂടെ അടിച്ച് ഇങ്ങറ്റം വരെ കൊണ്ടുവരിക. അപ്പം നല്ലൊരു കഴുത്താവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ തരുന്ന സഹകരണം പോലെ എന്നോടൊപ്പം ഇനിയും സഹകരിക്കുക. ഇതുപോലുള്ള മോഡലുകളായിട്ട് ഞാൻ ഇനിയും വരും. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് അടിച്ച് കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്കിതിന് പിന്ന് വെച്ചിട്ടുണ്ടല്ലേ. നമുക്കിനി തയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് തയ്ക്കുന്നേക്കാളും നല്ലതായിരിക്കും ഇവിടെ നിന്ന് ഒരു കെട്ടിട്ട് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നീങ്ങി പോകത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ തച്ച് വരുമ്പോൾ ഇവിടെ എങ്ങാണ് ഒരു ചുടുക്ക് വീഴുന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുവിൽ നിന്ന് തച്ച് പോവാം. ഒരു കെട്ടിട്ട് അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ. പക്ഷേ ഈ തയ്ക്കുമ്പോൾ നിങ്ങൾ ഒരേ അളവിന് ഇതിൻ്റെ എൻഡിലൂടെ തച്ചെടുക്കണം. കുറച്ച് പതുക്കെ തച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബൂട്ടിൻ്റെ ഈ പിന്നെല്ലാം അങ്ങ് മാറ്റിയതിന് ശേഷം ഈ ബൂട്ടിൻ്റെ ഒരല്പം കൂടെ വലുപ്പത്തിന്, അതായത് ഈ ഒരു ബൂട്ടിൻ്റെ പിന്നെ പകുതി കൂടെ ചേർത്ത് ഒരു തയ്യലൂടെ തച്ചെടുക്കുക ഇതിൻ്റെ എൻഡിലൂടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല പതിഞ്ഞിരിക്കുകയും ചെയ്യും, നല്ല ബലവും കിട്ടും. കാരണം ഇത് നമ്മൾ വെച്ചടിക്കുന്ന പീസല്ലേ. ഒരു തയ്യൽ ആണെങ്കിൽ പൊട്ടിപ്പോയാൽ പ്രശ്നമില്ല. അപ്പോൾ ഈ 2 നിങ്ങൾ ഇങ്ങനെ ഉള്ള തയ്യലുകൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരേ അളവിന് തയ്ക്കാനായിട്ട് ഈ ബൂട്ട് നിങ്ങൾ അടയാളം നോക്കുക. ഈ ബൂട്ടിൻ്റെ മിഡിലൂടെ, അതായത് ഈ ബൂട്ടും പോയി 2 ബൂട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിലൂടെ തയ്ക്കുക. അപ്പോൾ കറക്റ്റ് പിടിച്ച് വെച്ച് കൊടുക്കുക. ഈ ബൂട്ട് തന്നെ എൻഡിലൂടെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരേ അളവിന് തയ്ക്കാൻ പറ്റും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ. കണ്ട, മൊത്തത്തിൽ ബോർഡർ വേണ്ടാത്തവർക്ക് നല്ലൊരു മോഡലാണ്, നല്ലൊരു ഭംഗിയുണ്ട്. ഇത് കാണാൻ ഒരു നല്ല ഭംഗിയില്ലേ, ഒരു ചെറിയ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിരിക്കും. മറ്റേ എപ്പോഴും ഇങ്ങനെ ബോർഡർ വെച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം, അല്ലെങ്കിൽ വെട്ടാതെ ഇങ്ങനെ ഇട്ടയ്ക്കാം. വേണമെങ്കിൽ ഇവിടെ മാത്രം ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഈ പട്ടയിൽ കൂടെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. വെട്ടിയിട്ട് കറക്റ്റായിട്ട് വെട്ടിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വിട്ടാൽ മതി. അപ്പം നമ്മൾ ഈ തുണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് അടിച്ചെടുക്കുക. നല്ല കട്ടി കിട്ടില്ല ആക്കില്ല കേട്ടോ. അപ്പം നല്ല പതിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കൊണ്ട് മടങ്ങുവാണ്. കണ്ടല്ലോ, നല്ലൊരു കഴുത്തല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.